കൂട്ടുകാരോട് പറയും. സാധാരണ ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. പരീക്ഷന്റെ റിസൾട്ട് വന്ന് നല്ല മാർക്കുണ്ട്, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഡിസ്റ്റിങ്ഷന്റെ റിസൾട്ടുമായിട്ട് ഉമ്മാന്റെ അടുത്ത് ആദ്യം പോയി. ഉമ്മ എന്താ ചെയ്യാ? രണ്ട് കണ്ണും നിറച്ച് കെട്ടിപ്പിടിച്ചിട്ട് മുത്തം തരും. ഉമ്മക്ക് ഭയങ്കര സന്തോഷാണ്. വാപ്പാന്റെ അടുത്ത് പോയി. വാപ്പയും കയ്യൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ച് കുലുക്കിയിട്ട് അഭിനന്ദിച്ചിട്ട്, നീ എന്റെ മോനല്ലേ, നീ എന്റെ മോളല്ലേ, നീ ഇത് നേടുന്ന എനിക്കറിയാന്ന് അഭിമാനത്തോടെ പറയും. ഇക്കാക്കാന്റെ അടുത്ത് പോയാലും അതുപോലെ അഭിനന്ദിക്കും. ഇത്താത്താന്റെ അടുത്ത് പോയാലും, അമ്മോമാരുടെ അടുത്ത് പോയാലും, എളാമാന്റെ അടുത്ത് പോയാലും, മൂത്താപ്പാന്റെ അടുത്ത് പോയാലും, എളാപ്പന്റെ അടുത്ത് പോയാലും എല്ലാവരും ഇതുപോലെ നമ്മളോട് അഭിനന്ദിക്കുകയാണ് ചെയ്യുക. പക്ഷെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പോയാലോ, നമ്മുടെ ഉറ്റമിത്രം അവളുടെ അടുത്ത് അല്ലെങ്കിൽ അവന്റെ അടുത്ത് ഈ ഡിസ്റ്റിങ്ഷനായിട്ട് നമ്മൾ പോവാൻ, അവനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പോലും ഇല്ല, അവളാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പോലും ഇല്ല, അവന്റെ അടുത്ത് ഈ ഡിസ്റ്റിങ്ഷന്റെ മാർക്കായിട്ട് പോയി കഴിഞ്ഞാൽ അവനെന്താ പറയാ? എടാ ചതിയ, വഞ്ചക, എന്റെ അപ്പുറം നീ കളിച്ചിട്ട്, എന്റെ ഒപ്പം നീ സിനിമ കണ്ടിട്ട് എല്ലാം ചെയ്തിട്ട് നീ നിന്റേത് കൃത്യമായിട്ട് പഠിച്ചു അല്ലേ, ചതിച്ചുല്ലേ? ഇതാണ് ഒരു കൂട്ടുകാരൻ പറയാ. കാരണം അവരുടെ ഉള്ളിലുള്ളത് അതുപോലെ തന്നെ നമ്മളോട് പങ്കുവെക്കും. മറകളില്ല. സുഹൃത്തുക്കൾ തമ്മിൽ ഒരു മറയുമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടാൽ, നഫ്സുല്ല അമ്മാറത്തും ബിസ്സൂഇനെ പരിപോഷിപ്പിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകാരെയും കൂട്ടുകാരികളെയും നമ്മൾ തിരഞ്ഞെടുത്താൽ വല്ലാഹി സത്യം നിങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ താൽക്കാലികമായ ഒരു ആശ്വാസവും സന്തോഷമൊക്കെ ആ കൂട്ടുകാരെ കുറിച്ച് നിങ്ങൾക്ക് തോന്നും. അത് ഇബ്ലീസ് ഉണ്ടാക്കി തരുന്നതാണ്. ആ കൂട്ടുകാരുടെ പര്യവസാനം എന്താ അറിയോ? യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഈ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ നരകത്തിൽ വെച്ച് കാണുന്നതാണ്. നരകത്തിൽ വെച്ച് അവർ രണ്ടുപേരും തമ്മിൽ കാണും. അവർ രണ്ടുപേരും തമ്മിൽ കാണും. എന്താ പറയാ? നീ ഇവിടെ ഉണ്ടോ? ഞാനിവിടെ ഉണ്ട്. സുഖം തന്നെ. നീ എങ്ങനെ ഇവിടെ എത്തിയത്? അടിച്ചു പൊളിക്കാലോ ഇനി. അതൊന്നല്ല പറയാ. നരകത്തിൽ വെച്ച് അവർ രണ്ടുപേരും കാണുമ്പോ എന്താ അവർ പരസ്പരം പറയാ? യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല വഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. പടച്ചോനെ, ഈ വൃത്തികെട്ടവനെ, ഈ നാശം പിടിച്ചവനെ, ഈ നാശം പിടിച്ചവളെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ കൂട്ടുകാരിയായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഓരോ തവണയും എനിക്ക് ഉത്ബോധനം കിട്ടിയപ്പോ, ഞാൻ നന്നാവാൻ തീരുമാനിച്ചപ്പോ, പള്ളിയിലേക്ക് പോകുമ്പോ, നിസ്കരിക്കാൻ തുടങ്ങുമ്പോ, ദിക്ർ ചൊല്ലാൻ തുടങ്ങുമ്പോ, ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോ, പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കേൾക്കാൻ തുടങ്ങുമ്പോ എന്റെ പിറകിൽ നിന്ന് ഇവൻ എന്നെ പിറകോട്ട് വലിച്ചു, ഇവളെന്നെ പിടിച്ചു വലിച്ചു, എന്നെ വീണ്ടും വീണ്ടും ഹറാമിന്റെ പന്താവിലേക്ക്, ആസ്വാദനത്തിന്റെയും ഹറാമുകളുടെയും അധാർമികതകളുടെയും വൃത്തികേടുകളുടെയും പാന്താവിലേക്ക് ഇവൻ എന്നെ പിടിച്ചു വലിക്കുകയായിരുന്നു. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. പടച്ചോനെ, അതുകൊണ്ട് ഇവനെ പോലത്തെ ഒരു കൂട്ടുകാരൻ എനിക്കില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് എന്റെ പരിചയത്തിലുള്ള കുറെ ആളുകൾ സ്വർഗത്തിലിരിക്കുന്നത് പോലെ എനിക്കും ഇരിക്കായിരുന്നു എന്നാണ് ഇവർ പരസ്പരം നരകത്തിൽ വെച്ച് പറയാ. അതാണ് ഈ കൂട്ടുകെട്ടിന്റെ പര്യവസാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടുകെട്ടിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ.